ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബട്ടർഫ്ലൈ കേക്ക് ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരുപാട് സ്റ്റെപ്സൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് വാനില സ്പഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നോട് ഒരുപാട് പേര് വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാനില സ്പഞ്ച് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡ ഞാനിതിൽ ചേർക്കുന്നില്ല, പകരം 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. വലിയ മുട്ടകൾ 4 ചെറുതാണെങ്കിൽ 5 എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കപ്പ് പഞ്ചസാര, ഇത് ചെറിയ തരികളുള്ള പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ പൊടിക്കാതെയാണ് ഇടുന്നത്. വലിയ തരികളുള്ള പഞ്ചസാര ആണെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 4 ഇരട്ടിയെങ്കിലും പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് 8 ഇഞ്ചിൻ്റെ ഒരു സോസ് പാനിലാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ സോസ് പാനിൻ്റെ അടിവശത്തൊക്കെ ചെറിയ സ്ക്രാച്ചസ് വീണിട്ടുണ്ട്. അത് കാരണം കൊണ്ട് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഈ സോസ് പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. 30 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കേക്ക് പുറത്തെടുക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഈ സോസ് പാനിൽ നിന്ന് പുറത്തെടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോവും. പിന്നെ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേ ലെവലിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇനി കേക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. കേക്ക് ബോർഡിൽ ക്രീം അപ്ലൈ ചെയ്യരുത്. ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ക്രീം തേച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ക്രീം വെച്ച് കൊടുക്കുക. ഇനി തേർഡ് ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ കേക്കിന് നടുക്കൊന്ന് മുറിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ പതുക്കെ സൂക്ഷിച്ച് തിരിച്ചു വെക്കുക.
കറക്റ്റ് സെൻറ്ററിലേക്കായിട്ട് വെക്കാതെ കുറച്ച് താഴേക്ക് ചെരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഒരു പൂമ്പാറ്റയുടെ എഫക്റ്റ് കിട്ടും. കണ്ടില്ലേ? ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കേക്കിനെ മുഴുവനായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്രീമിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ നോസിലൊന്നും ഇല്ലാതെ പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ആണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള നോസിലൊക്കെ വെച്ച് ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടർഫ്ലൈ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്